നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് 125ാമത്തെ പേജിലാണ്. ഓക്കെ, അനലൈസ് ദ ഗിവൺ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ചെക്ക് ദ വാലിഡിറ്റി ഓഫ് യുവർ ഒപ്പീനിയൻ. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വിവരണം ഉണ്ടല്ലോ, താഴെ തന്നിരിക്കുന്ന വിവരണത്തെ നമ്മളോട് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വിശകലനം ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ സാധുത പരിശോധിക്കൂ. നിങ്ങളുടെ അഭിപ്രായം എത്രമാത്രം കറക്റ്റാണ് എന്നുള്ളത് നിങ്ങളൊന്ന് വിശകലനം ചെയ്തെടുക്കൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലെസണിൻ്റെ മെയിൻ ഭാഗത്തേക്ക് പോവുകയാണ്. അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ആർ എസെൻഷ്യൽ ഫോർ പ്രഗ്നൻറ്റ് വുമൺ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ട സാധനങ്ങൾ ഏതെല്ലാമാണ്? അയൺ വേണം, അതുപോലെ ഫോളിക് ആസിഡ് വേണം, കാൽസ്യം വേണം, വൈറ്റമിൻ ഡി വേണം. ഓക്കെ, ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളെല്ലാം ആർക്കാണ്? ഗർഭിണികളായ സ്ത്രീകൾക്ക് ഏറ്റവും അനിവാര്യം ആയിട്ടുള്ള സംഗതികളാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കുക. ഫോർ ദിസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ഫിഷ്, മീറ്റ്, എഗ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, അതുപോലെ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലക്കറികൾ, അതുപോലെ തന്നെ വേണ്ടത് എന്താണ്? വെജിറ്റബിൾസ്, ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ, ഫിഷ് മത്സ്യം, മീറ്റ് മാംസം, മുട്ട അല്ലെങ്കിൽ എഗ്ഗ്, പാൽ അതായത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് അതായത് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ഗർഭിണികളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പം വാട്ട് ആർ ദ ഫുഡ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രഗ്നൻറ്റ് വുമൻസ് ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ തിങ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ പ്രഗ്നൻറ്റ് വുമൻസ് ഫുഡ്, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ഭക്ഷണകാര്യത്തിൽ ഏതെല്ലാം സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ഫിഷ്, മീറ്റ്, എഗ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്. ഇവയെല്ലാം എന്താണ്? ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. ഓക്കെ, എലോങ് വിത്ത് ദിസ് ഡ്രിങ്കിങ് അഡ്വക്കേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ മസ്റ്റ്. ഇത് മാത്രം പോരാ, പിന്നെ എന്താണ് ചെയ്യുന്നത്? ഇതിനോടൊപ്പം അതായത് മോളി പറഞ്ഞിരിക്കുന്ന സാധനങ്ങളോടൊപ്പം തന്നെ മതിയായ അതായത് ആ സ്ത്രീ അവളുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കേണ്ടതും വളരെ നിർബന്ധമാണ്. അതായത് അവൾ ഒത്തിരി വെള്ളവും, ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത്. നിങ്ങളിവിടെ നോക്കിക്കേ, ഇത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ പിക്ചറിനകത്ത് വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഈ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ട്. അത് വൈറ്റമിൻ ടാബ്ലറ്റ്സും അതുപോലെയുള്ള കാര്യങ്ങളുമാണ്. ആ ടാബ്ലറ്റ്സ് ഉൾപ്പെടുത്തണം, ഗ്രെയിൻസ് ഉൾപ്പെടുത്തണം, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മുട്ട, മീറ്റ്, ഇങ്ങനെയുള്ള എല്ലാം ഇവിടെ പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം അവർ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ്. ഓക്കെ, ഫൈബർ റിച്ച് ഫുഡ് ഹെൽപ്പ് ഡൈജഷൻ ആൻഡ് പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ. അതായത് നമ്മൾ നോക്കുക, ഫൈബർ റിച്ച് ഫുഡ് അതായത് നാരുകൾ കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തിനു ചെയ്യുന്നു? ഹെൽപ്പ് ഇൻ ഡൈജഷൻ. ഡൈജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദഹനം. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മലബന്ധം തടയുന്നതിന് സഹായിക്കുന്നു. ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചാൽ മലബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിൽ നിന്നും ടോക്സിൻ അടങ്ങിയിരിക്കുന്ന വേസ്റ്റ് പദാർത്ഥങ്ങൾ, കഴിക്കുന്ന പദാർത്ഥങ്ങൾ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തതിന് ശേഷം ബാക്കി പുറന്തള്ളുന്നു, മലമായിട്ട് പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ ഇങ്ങനെ മലം പുറത്തേക്ക് പോകുന്നതിന് പ്രയാസമുണ്ടാകുന്ന ചില അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതിനാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ഫൈബർ റിച്ച് ഫുഡ് അതായത് നാരുകൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ മലബന്ധം ഉണ്ടാവുകയില്ല. അതായത് പെട്ടെന്ന് തന്നെ ഭക്ഷണം പുറത്തേക്ക് പോകുന്നതായിരിക്കും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ഫുഡ് ഐറ്റംസ് ദാറ്റ് പ്രൊവൈഡ് പ്രോട്ടീൻ നീഡഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് നീഡ്സ് ഫോർ ദ എനർജി റിക്വയർഡ് ഫോർ ദ മദർ. ഇതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും മാതാവിൻ്റെ ഊർജ്ജത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പം ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടു ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് അതായത് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഫുഡ് ഐറ്റംസ് ദാറ്റ് പ്രൊവൈഡ് പ്രോട്ടീൻ അതായത് പ്രോട്ടീൻ ആവശ്യത്തിന് എന്താണ്? പ്രോട്ടീൻ നൽകുന്ന പദാർത്ഥങ്ങൾ. എന്തിനു വേണ്ടിയാണ് പ്രോട്ടീൻ? ഏതിനു വേണ്ടിയിട്ടാണ്? നീഡഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ പ്രോട്ടീൻ നൽകുന്ന പദാർത്ഥങ്ങളും അതുപോലെ തന്നെ അമ്മയ്ക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് അമ്മയ്ക്ക് ഊർജത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റും
ഫാറ്റും അടങ്ങിയ പദാർത്ഥങ്ങളും ആയിട്ടുള്ള ഫുഡ് പദാർത്ഥങ്ങളാണ് എന്താണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മൾ രണ്ട് കാര്യങ്ങളൊന്നും ഒന്ന് ഏതാണ് അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം, വൈറ്റമിൻ ഡി ആർ ദ എസൻഷ്യൽ ഫോർ ദ പ്രഗ്നന്റ് വുമൺ. ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും എന്ത് ചെയ്യണം? ഗർഭിണിയായിരിക്കുന്ന ഈ രണ്ട് പാരഗ്രാഫിൽ തന്നിരിക്കുന്ന കാര്യങ്ങളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? എക്സസീവ് കൺസപ്ഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നിങ് സോൾട്ട്, ഷുഗർ ആൻഡ് ഫാറ്റ് ഷുഡ് ബി കൺട്രോൾഡ്. ഇനി ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്യണം? എക്സസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികമായ ഉപ്പ് രസമുള്ളത്, അതായത് ഒത്തിരി ഉപ്പിലിട്ട സാധനങ്ങൾ കഴിക്കരുത്. അതുപോലെ തന്നെ അതികഠിനമായിട്ടുള്ള മധുരമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കരുത്. അതുപോലെ തന്നെ ഫാറ്റ്, കൊഴുപ്പടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്നിവ എന്താണ് ചെയ്യേണ്ടത്? പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ കുറച്ചാണ് കഴിക്കാവുള്ളൂ. ഈ ഗർഭിണി പെണ്ണുങ്ങളൊക്കെ ചില സമയത്ത് ഉപ്പും പുളിയും എല്ലാം കൂടിയിട്ടുള്ള ഈ അച്ചാറും അതും ഇതൊക്കെ ഒത്തിരി തിന്നും. അത് കഴിയുമ്പോൾ ഇതുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പദാർത്ഥങ്ങളൊക്കെ നമ്മൾ മിതമായ രീതിയിലാണ് ഗർഭിണി സ്ത്രീകൾ കഴിക്കേണ്ടത്. ഓക്കെ, ഇനി ഒരു കാര്യം നമ്മൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ക്വാണ്ടിറ്റി. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മൾ എത്രമാത്രം ആഹാരം, ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ്. അപ്പം എത്രമാത്രം ആഹാരം കഴിക്കുന്നു എന്നുള്ളതല്ല, പോഷക ഗുണം ആണ്. ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പോഷക ഗുണമാണ് പ്രാധാന്യം. ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതായത് പോഷക ഗുണത്തിൻ്റെ ക്വാളിറ്റി എത്രമാത്രമുണ്ട് ഭക്ഷണത്തിൽ എന്നുള്ളത് കൂടുതൽ പ്രാധാന്യമുള്ളതാണ് കഴിക്കുന്ന ആഹാരത്തെക്കാളും. അതായത് ഗർഭിണികൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡാണ് എന്നാണ് പറയുന്നത്. ഇത് തന്നെ മുകളിലത്തെ ഒരു പിക്ചർ തന്നിട്ട് പറഞ്ഞു, യു ഹാവ് ടു ഈറ്റ് ഫോർ 2 people എന്ന് പറഞ്ഞ കാര്യവും നിങ്ങൾ മറക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. ഡിസ്കസ് വിത്ത് അഡൾട്ട് ദ ഫുഡ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ഓഫ് ദ പ്രഗ്നന്റ് വുമൺ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസ്കസ് വിത്ത് ദ അഡൾട്ട്, അതായത് പ്രായപൂർത്തിയായ ആളുകളോട്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രായപൂർത്തിയായ ആളുകളോട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുക. എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങളാണ് ഗർഭിണികളായ സ്ത്രീകൾ എന്ത് ചെയ്യേണ്ടത്? കഴിക്കേണ്ടത് എന്ന് മുതിർന്നവരോട് ചർച്ച ചെയ്ത് നമ്മൾ ഈ താഴെ തന്നിരിക്കുന്ന പട്ടിക ഉണ്ടല്ലോ, ടേബിൾ, ഈ ടേബിൾ ഏതാണ്? ഈ ടേബിൾ നമ്മളോട് ഫില്ല് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേബിൾ 5.1 ഏതാണ്? ഫുഡ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ആൻഡ് റെഗുലേറ്റഡ് ഡ്യൂറിങ് പ്രഗ്നൻസി. അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ, കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണ്, കഴിക്കരുതാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണ് എന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഇത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആ വീഡിയോയിൽ കൂടി ഒന്ന് റെഫർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കേൾക്കുക. ഫുഡ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്, അതായത് പച്ചക്കറികൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്, ലീഫി വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ഫിഷ്, മീറ്റ്, എഗ്, മിൽക്ക് പ്രൊഡക്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. അതായത് പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും ധാന്യങ്ങളും മാംസവും മത്സ്യവും മുട്ടയും പാലുൽപ്പന്നങ്ങളും ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ്, അതായത് ഫുഡ് ഐറ്റംസ് ദാറ്റ് പ്രൊവൈഡ് പ്രോട്ടീൻ നീഡഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് നീഡഡ് ഫോർ ദ എനർജി റിക്വയർഡ് ഫോർ ദ മദർ. അതായത് പിന്നെ എന്താണ് വേണ്ടത്? ആ കുഞ്ഞിന് വളരുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കേണ്ടതായ ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റും എന്തിനു വേണ്ടിയിട്ടാണ്? കുഞ്ഞിന് വളരുന്നതിനോടും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് അമ്മയ്ക്കും വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാറ്റും അമ്മയ്ക്ക് വേണ്ടുന്ന ഊർജ്ജം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ കഴിക്കണം. ഇതിൻ്റെ എല്ലാം കൂടെ ആ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ എന്ത് ചെയ്യണം? ആവശ്യത്തിനുള്ള എന്താണ് ചെയ്യേണ്ടത്? ആവശ്യത്തിനുള്ള വെള്ളവും കുടിക്കണം. ഇനി ഏത് ഫുഡ് ഐറ്റമാണ് അവൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ള രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എഴുതുക. ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ടുള്ള ഏതെല്ലാമാണ്? ഉപ്പിലിട്ട പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ എക്സസീവ് ഫുഡ് ആയിട്ടുള്ളത്, ചില പഞ്ചസാരയിലിട്ട പദാർത്ഥങ്ങൾ, അതായത് എക്സസീവ് ഷുഗർ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഈ എക്സ്ട്രീം ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ ഷുഗർ, സോൾട്ട്, ഇങ്ങനെയുള്ള ഉപ്പിലിട്ടത്, ഇങ്ങനെയൊക്കെയുള്ള അമിതമായിട്ട് പുളിയുള്ള, അസിഡിറ്റിയുള്ള
എരിവുള്ള സാധനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസും ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഉപേക്ഷിക്കേണ്ടത് ആ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ആരോഗ്യത്തിനും അവളുടെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞിനും നല്ലതായിരിക്കും. ഐ സപ്പോസ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ലെസൺ വെൽ.